Guys, what's up? എല്ലാവർക്കും തവണ കുഞ്ഞുങ്ങളുടെ പതിരക്സാകാം നമ്മൾ നിൽക്കുവാണ് മൈൻക്രാഫ്റ്റ്. അവിടെ പന്നിക്കുട്ടന്മാർ അവിടെ ഇരിക്കുന്നു, കുതിരക്കുട്ടൻ അവിടെ ഇരിക്കുന്നു, പശുക്കുട്ടൻ അവിടെ ഇരിക്കുന്നു. ഒരെണ്ണം ചത്തു കേട്ടോ, അസ്കെൽട്ടൻ അവൻ്റെ ഒരു കാര്യം. ഇവിടെ ഞാൻ പിന്നെ മേളിൽ എഴുതി വെച്ചിട്ടുണ്ട് കുഞ്ഞൻ KL ഹൗസ് എന്ന്, യൂട്യൂബ് ചാനൽ ഹൗസ് എന്ന് എഴുതാൻ. എൻ്റെ കയ്യിൽ സൈൻ ബോർഡൊന്നും ഇല്ലായിരുന്നു. അതാ സൈൻ ബോർഡ് വേണമെങ്കിൽ നെതറിലുണ്ട്. ഇല്ലോട്ടെ, ഇവിടെ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അത് ഈ ഡോർ ആർക്കും ഓപ്പൺ ആക്കാൻ അറിയില്ലല്ലോ. അപ്പം ചിലവർക്ക് ഓപ്പൺ ആക്കാൻ അറിയില്ല. അപ്പം ഞാൻ ചുമ്മാ ഓപ്പൺ ചെയ്തതാ. പക്ഷെ ഇത് ആളൂട്ട എടാ ഇത് വളർത്താ, എടാ വളർന്നടി വളർന്നെങ്കിൽ പറയണ്ടേ? നിന്റെയും വളർന്ന പോരെ അമ്മറ മുടി വെട്ടലേ. അയ്യോ, ഞാൻ ഡാസാ ടെമ്പിളിൽ ചത്തിട്ടുണ്ടായി ഗൈസ്. അവിടെയായിരുന്നു. അവിടെ ഇപ്പം എൻ്റെ സാധനങ്ങൾ പോയി. കൂട്ടത്തിൽ ആ മുടി വെട്ടുന്ന സാധനം ഇവിടെ പോയി. എല്ലാം കറലായിരുന്നു. എങ്കിലുണ്ട് ഇത് ഈ ടെസ്റ്റിലുണ്ടാവും. എടാ സാധനമൊക്കെ അവിടെ ഇല്ലട്ടോ. മുടി വിട്ടായിരുന്നു. ഞാൻ നെതറിൽ പോകും. നമുക്കൊരു മണ്ടത്തലവൻ്റെ പോയി. നമുക്കറിയാം ഗൈസ്. സാധനം പോയി ഗൈസ്. മറ്റവൻ്റെ മുടി വിട്ടു. ഇവിടെ ആളെ പ്ലീസ്. ഇവിടെ ഒന്നും ഗൈസ് കാണാനില്ല. ഞാൻ ക്രാഫ്റ്റ് പോയിട്ട് അടക്കേണ്ട വരുമായിരിക്കും. ക്രാഫ്റ്റ് ഹാക്ക്ഡ് ബൈ മൈൻക്രാഫ്റ്റ്. താങ്ക് യു. ഇവിടെ തപ്പിയിട്ട് കിട്ടതില്ലല്ലോ ഗൈസ്. എന്തേലും ആട്ടെ. കിട്ടില്ല. അങ്ങനെയാണ് ഗൈസ്. എടുക്ക് ബ്രേക്ക്. നമ്മൾ ചോട്ടാക്കിയേ മരത്തിൻ്റെ ഇല മുറിക്കാം ഗൈസ്. അത് നമുക്ക് അറിയില്ലായിരിക്കും. മനസ്സിലായോ ഗൈസ്? നമ്മുടെ മരമില്ല അതിൻ്റെ ഇല പറിക്കാൻ പറ്റില്ല. നമുക്ക് കൈയും കൊണ്ട് പറിക്കാൻ പറ്റില്ല, പക്ഷെ ഈ സാധനം കൊണ്ട് പറിക്കാൻ പറ്റും. നമുക്ക് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ആണ് ഗൈസ് എൻ്റെ സൈൻ ബോർഡ്. മറക്കാത്തിരിക്കട്ടെ. അവിടെയാണ് വേണ്ട. എടാ മുടി കേട്ടാ ബ്രോ. ഓക്കെ ടിക്കോട്ടെ. എടാ മുടി താടാ. പൊട്ടമാരെ മുടി താടാ. അല്ല ഞാൻ ക്രിയാറ്റിവല്ലേ. കുളിച്ചൂടിയു ഞാൻ സർവൈവളായി ആഗ്രഹിക്കും കേട്ടോ. ഞാൻ തപ്പ എവിടെയാടാ ഊള് വെച്ചേക്കണേ? ഊള് കാണാനില്ലല്ലോ. നീ എൻട്രിയിലുണ്ടോ? ഇവിടെ നമുക്ക് ബോറടിച്ചു. അവന്മാരുടെ ഒരു മുടി വെട്ടല്. എന്തെങ്കിലും ആട്ടെ, നമുക്ക് വിട്ട് ഇല്ല പറിക്കാം. അതിൻ്റെ ഇടയ്ക്ക് വല്ലോ ക്രീപ്പർ വന്നു കഴിഞ്ഞാൽ നമ്മൾ വിട്ട്. കുഴപ്പമില്ല. ഈ സാധനം വെച്ചോട്ട് അതിൻ്റെ കഴുത്ത് കണ്ടിക്കാം. കണ്ടോ, എനിക്ക് കുറേ എണ്ണം കിട്ടുന്നുണ്ട്. മരമൊന്നും കിട്ടില്ല. എൻ്റെ ഇല കിട്ടും. എല്ലാം പറിച്ചു. ഇഷ്ടം പോലെ പറിച്ചു. മൈൻക്രാഫ്റ്റിൻ്റെ പവറാണ് ഗൈസ്. അവിടെ മൈൻക്രാഫ്റ്റ്.
ഇതാണ് നമ്മുടെ പവർ സ്കീപ്പ്. ഓക്കെ ഗൈസ്, അവിടെ നിങ്ങൾ കാണാൻ പറ്റും ഞാൻ ഇത്ര ഇലകൾ പറിച്ചിട്ടുണ്ട്. ഇത്ര ഇലകളൊക്കെ പോരാ ഗൈസ്, ഇനിയും വേണം അല്ലേ? നമുക്ക് പറിക്കാം. കാട 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 ഞാൻ എന്തിനാ ഈ ഇല എടുക്കാനായിട്ട് അറിയാം. പറ്റിയിട്ടൊന്നുമില്ല, എന്നാലും ചുമ്മാ വീട് രസമൊക്കെ. പൊട്ടിയാ നൈസ്, പൊട്ടിപ്പോയി ഗൈസ്, പൊട്ടിപ്പോയി. കുഴപ്പമില്ല, കിട്ടിയത് എടുക്കാം. നല്ലതായിട്ട് പൊട്ടിപ്പോയിട്ടുണ്ട്. എന്നിട്ട് മൈൻക്രാഫ്റ്റിലോട്ട് അല്ല, എല്ലാം പോയി. മൈൻക്രാഫ്റ്റ് അല്ലായിരുന്നല്ല, ആ ക്രാഫ്റ്റിംഗ് ടേബിളിനോട് ചോദിക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ സ്വാമി, അവനോട് ചോദിക്കാം. അവൻ വേണമെങ്കിൽ എന്നെ ഊറ്റി വെക്കാം, അങ്ങനത്തെ ഒരു പുറവയാണ്. ക്രാഫ്റ്റിംഗ് ടേബിളേ, എന്തുവാടാ നീ എന്താ കുറച്ച് ഇല്ലയൊക്കെ പറഞ്ഞോട്ടെ. എനിക്ക് ഞാൻ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ക്രിയാഫ്റ്റിൽ. ക്രിയാഫ്റ്റിയിൽ ഒരു സാധനം ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ അത് പൊട്ടിപ്പോയി. അത് തരുമോ? അതിവിടെ ഇല്ലെന്നാണ് തോന്നുന്നത് മോനെ. നീ ഒന്ന് തപ്പി നോക്കിയേ. ഒന്ന് എനിക്ക് നോക്കട്ടെ. അതേ കിടക്കണു. എന്റെ പൊന്നെ, ഇത്രയൊക്കെ ഈസി ആയിരുന്നു ഇത് ചെയ്യാൻ. എന്നാൽ ഞാൻ ഒരെണ്ണം എടുക്കട്ടെ. നിനക്ക് ഇഷ്ടമുള്ള എടുത്തു, അതല്ലേ ക്രാഫ്റ്റിംഗ് ടേബിൾ. എന്നാലും നന്ദി. അത് കുഴപ്പമില്ല, അത് പെട്ടെന്ന് എടുക്കാം, അല്ലെങ്കിൽ എൻ്റെ ചാർജ് ചെയ്യും. അയ്യോ, എടുക്കാം. ഓക്കെ, ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ജയിച്ചിരിക്കുന്നു. നമുക്കൊരു കാര്യമുണ്ട്, അതെന്താന്ന് നിങ്ങൾക്കറിയോ? ആ കീല എടുത്തിട്ട് എവിടെങ്കിലും കൊണ്ടുപോയി വെക്കണം ഗൈസ്, അല്ലെങ്കിൽ ഒരു രസമില്ല അല്ലേ ഗൈസ്? ഒരു രസമില്ലാത്ത സ്ഥലമാണൊക്കെ പറയത്തുള്ളൂ. രസമാക്കണ്ടേ ഗൈസ് നമ്മുടെ വീട് രസമാക്കാൻ എന്തൊരു ഭംഗിയാവും, അതല്ലേ മൈൻക്രാഫ്റ്റ്. ഇങ്ങനെയൊക്കെ ശരിയാക്കണമെങ്കിലേ മഴ പെയ്യത്തില്ല, അപ്പോൾ ഇതൊക്കെ സേഫ്റ്റിക്കായിരിക്കും. ഓക്കെ, ഇത് ഇങ്ങനെ വെച്ചേക്കാം. ഓക്കെ, ഞാൻ കുറച്ച് ഇലകൾ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ 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 ഓക്കെ. ഇവിടെ ഗൈസ് ഫുൾ തണലാണ് ഗൈസ്, അതുകൊണ്ട് ഞാൻ പറയാൻ മറന്നുപോയി. ഇവിടെ ഫുൾ തണലാണ്. അല്ല, ഇവന്മാർക്കൊക്കെ തടല് വേണ്ടേ ഗൈസ്? അപ്പം ഇവിടെ അങ്ങ് സെറ്റാക്കിയേക്കാം. വല്ലാത്ത ചാടി അടി വെള്ളക്കിലായി ഓക്കെ ഗൈസ്, ഇവനൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവനൊക്കെ തടലുണ്ടേ, അല്ലെങ്കിൽ ഇവൻ എൻ്റെ അടുത്ത് തല്ലുമാലയായിട്ട് വരും ഗൈസ്. ഓക്കെ, ഇത്ര മതിയായിരിക്കും. പെർഫെക്റ്റ്. ഓക്കെ, പെർഫെക്റ്റ്. ഓക്കെ, ഇവന്മാര് പാവങ്ങളായിരുന്നു കേട്ടോ. ഇവിടെ ഞാൻ മറന്നുപോയി, കൊഞ്ചൊക്കെ ഉണ്ടായി. അവന്മാര് പാവം. നിനക്കൊക്കെ ഞാൻ ഇല വെച്ച് തരൂടെ. ഞാൻ ഇല്ലയിൽ ഞാൻ സദ്യ ഉണ്ണിത്തരും അല്ലാണ്. പിന്നെ ഇവന്മാർക്ക് കുറച്ച് ടഫാണ് ഗൈസ്. ഇതിങ്ങനെ വെച്ച്
രാത്രി ആയതുകൊണ്ട് ഒന്നും കാണാൻ പറ്റില്ല. ഇപ്പോൾ ലൈറ്റൊക്കെ വെച്ചതാണ്, കാണാനൊക്കെ പറ്റുന്നില്ല ഗൈസ്. അതാണ് ഗൈസ്, നമ്മളതിനൊക്കെ സ്റ്റീലായതുകൊണ്ട് കുഴപ്പമില്ല. മാറിക്കളാ അങ്ങനെ കാണിക്കേ. ഓക്കെ ഗൈസ്, നമ്മൾ ഈ സ്ഥലം അങ്ങനെ റെഡി ആവും ഗൈസ്. നമ്മളിവിടെ ഇല വെച്ച് ഇല്ലയാക്കും ഗൈസ് എല്ലാ സ്ഥലം. റേഡിയോയ്ക്ക് ഭയങ്കര ചുമയുണ്ട് ഗൈസ്, അതിന് വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബൊക്കെ തരുക, അവിടെ ബെല്ലൈക്കോൺ അടിക്കുക. ഈ റേഡിയോയ്ക്ക് വേണ്ടിയാണ് ഗൈസ് ഞാൻ സഹായിക്കണം. അസംഗ ഓക്കെ ഗൈസ്, നമ്മുടെ ഇവിടുത്തെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഉണ്ടാ ആ കുട്ടപ്പനെ മഴയൊക്കെ പെയ്യുമ്പോളേ നീയൊക്കെ അറിയത്തില്ലടാ, മനസ്സിലായോ? അയ്യോ മഴയൊക്കെ പെയ്യുമ്പോളേ നനയത്തില്ല നീ, സ്വകാര്യം പറയുവാ. അയ്യോ അതാരാ? സ്കെൽട്ടൻ. ഇവരൊക്കെ ഞാനൊന്നും പറയുന്നില്ല. ഇനി അവസാനം ഇവരെ കൊല്ലാതിരുന്നാൽ മതി. ഈ സ്കെൽട്ടനൊക്കെ കൊണ്ട് തോറ്റ് കഴിച്ചാൽ ഈ സ്കെൽട്ടനൊക്കെ ശല്യം കേട്ടാ. ഞാൻ സർവൈവലായി കഴിഞ്ഞാൽ അപ്പം തന്നെ എന്നെ പിടിക്കും. അങ്ങനെയാണ് കേസ്. നമ്മുടെ വേൾഡിൻ്റെ പേര് നിങ്ങൾക്കറിയാമോ ഗൈസ്? KL കുഞ്ഞൻ 100 ഇന്ത്യൻ ഗെയിം. അതാണ് ഗൈസ് നമ്മുടെ വേൾഡിൻ്റെ പേര് ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്ന് അറിയില്ല. ഞാൻ പിന്നെ അയൻ്റെ ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. അല്ല, എനിക്ക് മറ്റേ സാധനങ്ങൾ എടുക്കാൻ പറ്റുമോ? ഇത് അയ്യോ സ്റ്റിക്ക് വേണമായിരുന്നു. നമുക്ക് അയൺ ഉണ്ടാക്കാൻ പറ്റുമോ? അയൺ കുളത്തിൻ്റെ അയൺ അല്ല, ഇതെടുത്തു ഇവിടെ എനിക്ക് കിട്ടുമോ? അയ്യോ എൻഡർമാൻ നഹി. ആ അവനെ കണ്ടാലും കുഴപ്പമില്ല. മോനെ വാടാ, വാടോരെ അടുത്ത എൻഡർമാൻ വരുന്നവരെ വെയിറ്റ്. ചുദ്ധനെ കൊണ്ട വരണേ വേടാ. ഇന്ന് എല്ലാത്തിനും തീർത്തോട്ടാലോ കാര്യം. ഞാനിത് പ്രൊഫഷണല. എന്ത് പ്രൊഫഷണൽ? വാടാ ന്യൂബേ വാടാ നീ. എനിക്കിത് രണ്ടടിക്ക് വരെ കൊല്ലാൻ പറ്റും. ഇതൊക്കെ എന്ത് കേറി വേടാ പുറത്തോട്ട്. നീ കത്തി തീരും പെട്ടെന്ന്. അയ്യോ ഗൈസ് അവിടെ വില്ലേജ്. അയ്യോ ഞാനത് ഓർത്തില്ല ഗൈസ്, അവിടെ വില്ലേജ്. സ്കെൽട്ടനൊക്കെ കിട്ടി. എടാ മോനെ എനിക്ക് ഫുഡിൻ്റെ ആവശ്യമുണ്ടായി. വെറുതെ വിശന്നാള്. അവൻ്റെ കയ്യിൽ ഇറച്ചി പോലും ഇല്ല. എന്നാ അവൻ നിക്കടാ, നീ ഓടിക്കളയാ. നമ്മളിപ്പോൾ 7 ലെവലാണ്. ലെവൽ 7 വില്ലേജ്. നമ്മുടെ വില്ലേജിൽ ട്രേഡറൊക്കെ വന്നു. അല്ല എല്ലാവർക്കും പണിയൊക്കെ ഉണ്ടാവും. വില്ലേജ് മൈ വില്ലേജ്.
ഇവിടെ ഒരാളുടെ ബെഡ്റൂം ഉണ്ടോ ഗൈസ്? ഇതെന്താ ഗൈസ്? ശരി, അത് വയ്ക്കാൻ പറ്റത്തില്ല. പൂള അത് വയ്ക്കാൻ പറ്റില്ല. അയ്യോ, എന്താന്ന് മനസ്സിലായില്ല ബ്രോ. Tap the chat button to open chat. Deliver your message and tap the send button. ഓക്കെ, എല്ലാം മനസ്സിലായി. ഈ വീടിൻ്റെ വില്ലേജർ ഓണറേ, ഇത് ഞാൻ ചാവത്തില്ല ആണോ? പോലെ അല്ല, എനിക്ക് വിശപ്പ് തുടങ്ങിയ തുടങ്ങിയുള്ളൂ. അമ്മേ, അയ്യോ അമ്മേ, അതെങ്ങനെ ഒരു ആവശ്യമില്ല, ചുമ്മാ അവിടെ കിടത്തിക്കോ. വില്ലേജ്, ഹലോ വില്ലേജ്, ഹായ് ഹായ് ഹലോ. ഇതൊക്കെയുള്ള മാറ്റിത്തരാൻ പറ്റുമോ? അമ്മറാളുടെ കൊടുത്തു കഴിഞ്ഞാൽ ബ്രെഡ് വരും. ഇതൊക്കെ അല്ലാണ്ട് വേറൊന്നും ഇല്ലേ? ഞാൻ പോട്ടെ, എനിക്ക് കായ മോളെ. അയ്യക്കോളം ഇല്ലേ? അതാണ് എന്റെ പേടി. അയ്യക്കോളം അത് നേരത്തെ മരിച്ചതാ. ആ നേരത്തെ നിനക്ക് ഇവിടെ വന്നൂടെ? എനിക്ക് ഭയങ്കര കറിച്ചല. ഭയങ്കോളം. ഭയങ്കോളം വേണോ? അതിപ്പോ സെറ്റാക്കി തരാ. എന്നോടൊക്കെ ചോദിച്ചാ പോരെ. ഇപ്പൊ ശരിയാക്കി തരാം. പറ്റേ ആ ചെറിയ സ്ക്രൂ ഡ്രൈവർ ഒക്കെ എടുത്താട്ടെ. ഇപ്പൊ ശരിയാക്കി തരാ. അത് തന്നെ ഗൈസ്. എവിടെ അയൺ ബ്ലോക്ക്? എവിടെ അയൺ ബ്ലോക്ക്? എവിടെ? ഇതാണോ? ആ, അയൺ ബ്ലോക്ക്. ഇനി മത്തങ്ങ എടുക്കും. മത്തങ്ങ എവിടെ? മത്തങ്ങ ഇതെല്ലാം വെച്ചോണ്ട് ഞാൻ പണിയും. വില്ലേജർ, നീ ഒന്നും പേടിക്കണ്ട. ഞാൻ ഇവിടെ 2 എണ്ണത്തിനെയും പണിയും. നീ പേടിക്കേ വേണ്ട, പറഞ്ഞേക്കാം. കണ്ടോ കണ്ടോ വില്ലേജർ? അതൊക്കെ ഉണ്ട്. എന്നെ അടിക്കുന്നത് അങ്ങനെയാ. ഇതിനാ എനക്ക് കൊടുക്കാട്ടെ. എൻ്റെ വില്ലേജിന് വേണ്ടി എല്ലാ സുരക്ഷിതയായിരിക്കാൻ നമ്മുടെ ഇത് വന്നിരിക്കുന്നു ഗായ്സ്. അയൺ ഗോളം കീ ജെ. അതാണ് ഗൈസ്, അയൺ ഗോളം കീ ജെ. അപ്പൊ നമ്മുടെ അയൺ ഗോളം ഇപ്പൊ വരുവാണ്. തിരിച്ച് കുറച്ച് ജോലിയൊക്കെ ഉണ്ടായി തിരിച്ചു വന്നിരിക്കുന്ന നിനക്കെൻ്റെ ഫ്രണ്ട് ഇരിപ്പുണ്ട്. അവിടെ ഉണ്ട്, അവിടെ കണ്ടുണ്ട്. നിനക്ക് വേണമെങ്കിൽ അവിടെ ചെന്നിട്ട് കളിക്കാട്ടാ. ഓക്കെ. അല്ല, ഈ മരത്തിൻ്റെ പട്ട വെച്ചാണ് പ്രൊട്ടക്ഷൻ. ഇതെന്താ ഇപ്പൊ? എന്തോ മൈനിങ് അല്ലേ? ഇതിനെ ഇപ്പം ശരിയാക്കി തരാം. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ളും അയങ്കളം ആയിക്കോട്ടെ ഗായ്സ്. അയങ്കളം സീനാണ് ഗൈസ്.
ഓക്കെ 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 അങ്കളോ പോടാ അങ്കളം പോടാ നിന്നോടല്ലടാ പറയണ പോടാ അവിടുന്ന് എൻ്റെ ഹാർട്ടൊക്കെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് പോടാ നിനക്കെന്താ പേടിത്ര പോടാ രക്ഷിക്കാൻ വരുന്നു നീ ചത്തില്ലല്ലോ അടിക്കേ നിങ്ങളിത് കാണുക ഞാൻ അയങ്കുളത്തിന് തിരിച്ചു വിട്ടിരിക്കുന്നു ഏതൊരു വീശുത്താലും ഒറ്റത്തിനെ പിടിക്കൂ അതിനാണ് അയൻകുളം ധീരോ 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 ധീര 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 പോ അയങ്കുളം പോ അയങ്കുളം പോ കൈന്നോ പോടാ പോ നീ അവിടെ തന്നെ ഇരുന്നോട്ടോ നിന്നെ കൊല്ലാൻ എനിമീസൊക്കെ വരും ഓക്കെ ഗായ്സ് അപ്പം നമ്മുടെ അയങ്കുളത്തിന് ഇവിടെ വിട്ടിരിക്കുന്നു ഗായ്സ് ഈ വില്ലേജ് നമ്മളങ്ങനെ രക്ഷിച്ചിരിക്കുന്നു അപ്പ സബ്സ്ക്രൈബ് അടിച്ച് പൊട്ടിക്കുക സബ്സ്ക്രൈബ് അടിച്ച് പൊട്ടിക്കുക കൂടെ ബെല്ലൈക്കൺ അടിച്ച് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ കിട്ടുന്നത് കണ്ടു ഗൈസ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണണോ ലൈക്ക് അടിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണണോ അപ്പം നമ്മൾ വില്ലേജ് രക്ഷിച്ചിരിക്കുന്നു ഗൈസ് അതിനായിട്ട് ഭയങ്കര സന്തോഷം അപ്പോൾ ഇതുള്ള വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക കൂടെ ബെല്ലൈക്കൺ അടിച്ച് കഴിഞ്ഞാൽ ബെല്ലൈക്ക് ദേ പോണു കൊന്നവൻ സ്ഥലമൊക്കെ ക്ലീനാക്കിയതാണ് എല്ലാത്തിനും ഞാൻ തീർക്കും വില്ലേജിൽ തൊട്ട് പോരുത് പറഞ്ഞേക്കാം വില്ലേജിൽ എന്ത് പോണായിരുന്നു നിന്റെ വീട്ടിലോട്ട്